അമേരിക്കയുടെ പരിധിയിൽ വരുന്ന ജലാന്തര അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ അഗ്നിപർവ്വതമായ ഡേവിസണിന്റെ മടിത്തട്ടിൽ ഒരുമിച്ചു കൂടുന്ന നീരാളിക്കൂട്ടങ്ങളെ കണ്ടെത്തി. ആഴക്കടലിൽ ഒക്ടോപ്പസ് കൂട്ടങ്ങൾ ഇങ്ങനെ ഒത്തുചേരാറുണ്ടെങ്കിലും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണിത് എന്ന പ്രത്യേകത ഇതിനുണ്ട്. 42 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയുമുള്ള ഈ പർവ്വത ഭീമനെ ഒരു സംരക്ഷിത മേഖലയായാണ് കണക്കാക്കുന്നത്. മൂസോക്ടോപ്പസ് റോബസ്റ്റസ് എന്ന ശാസ്ത്രനാമമുള്ള ഈ നീരാളികൾ ചൂട് നീരുറവകൾ തേടി ഇവിടെ എത്തുന്നത് ഇണചേരാനും കുഞ്ഞുങ്ങൾക്ക് അടയിരിക്കാനും ഒടുവിൽ മരിച്ചു വീഴാനും കൂടിയാണെന്ന് ഈ നീരാളിക്കൂട്ടങ്ങളെ ഉദ്ധരിച്ച് ശാസ്ത്രജ്ഞൻ ജെയിംസ് ബാരിയും സംഘവും തങ്ങളുടെ പ്രബന്ധത്തിൽ പറയുന്നു. കാലിഫോർണിയൻ തീരത്തെ മൊണ്ടേറയിൽ നിന്ന് 129 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി കടലിൽ 10,000-ഓളം അടി താഴ്ചയിലാണ് ഡേവിസൺ അഗ്നിപർവ്വതത്തിന്റെ ഈ കാഴ്ച കാണാനാവുക. ജിയോളജിസ്റ്റുകൾ പറയുന്നത് പ്രകാരം 20 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഡേവിസൺ അഗ്നിപർവ്വതം അവസാനമായി പൊട്ടിത്തെറിച്ചത്. എന്നാൽ ഈ വർഷങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അഗ്നിയെല്ലാം അണഞ്ഞു കാണില്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്. കാരണം ഇവിടെ ഇന്നും ഭൗമതാപ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. അതിനാൽ പല ആഴക്കടൽ ജീവികളും ഈ പർവ്വതച്ചരിവിലെത്തുന്നു. കാരണം കടുത്ത തണുപ്പ് ജീവികളിലെ ഭ്രൂണ വളർച്ച ഉൾപ്പെടെയുള്ള ജൈവിക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചേക്കാം. മാത്രമല്ല ഇത് പുനരുൽപാദന പ്രക്രിയയാകെ ദീർഘിപ്പിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ പെൺനീരാളികൾ വർഷങ്ങളോളം ഭ്രൂണങ്ങൾക്ക് കാവലിരിക്കേണ്ടി വരാറുണ്ട്. തന്മൂലം അവരിൽ രോഗസാധ്യത കൂടുകയും ശത്രുക്കളുടെ കയ്യിൽ വേഗത്തിൽ അകപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ ഡേവിസൺ പർവ്വതച്ചരിവിൽ ശരാശരി താപനില 1.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ നീരാളികൾ കൂട്ടം കൂടുന്ന വിള്ളലുകളിലും ഇടുക്കുകളിലും താപനില 10.8 ഡിഗ്രി എങ്കിലും ഉണ്ടാകും. താപനിലയിലെ ഈ വ്യത്യാസം പോലും നീരാളികൾക്ക് വലിയ ആശ്വാസമാണ്. കാരണം ഭ്രൂണ വളർച്ചയുടെ തോതിനെ ഏകദേശം 2-3 മടങ്ങ് ഇരട്ടി വരെ ഈ വ്യത്യാസം ത്വരിതപ്പെടുത്തുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നീരാളികളുമായി സാമ്യമുള്ള ചില ജീവികളിൽ ഇത് 33 മടങ്ങ് വരെയുമാകാം. അതിനാൽ ഇവിടെ എത്തുന്ന നീരാളികൾ ആഴക്കടലിൽ താരതമ്യേന കൂടിയ ഈ താപനിലയിൽ തങ്ങളുടെ മുട്ടകളിൽ അടയിരിക്കും. ആ സമയം തന്നെ അവർ ശത്രുക്കളെ തുരത്തി ഓടിച്ചും മുട്ടയ്ക്ക് ചുറ്റുമുള്ള വെള്ളത്തെ ചലിപ്പിച്ചും അതിൽ ഓക്സിജന്റെ ലഭ്യത ഉറപ്പുവരുത്തിയുമാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. മുക്സോക്ടോപ്പസ് നീരാളികൾ 1.8 വർഷത്തോളമാണത്രേ ഇങ്ങനെ അടയിരിക്കുന്നത്. അഗ്നിപർവ്വതത്തിന്റെ ചൂടുപറ്റിക വഴി ഈ പ്രക്രിയയാകെ വേഗത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഴക്കടലിലെ മറ്റ് നീരാളി വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഇത് ചെറിയ കാലയളവാണെന്നും ഗവേഷക സംഘം ചൂണ്ടിക്കാട്ടുന്നു. ഡേവിസണിലെ ചൂടുറവകൾ തേടിയെത്തിയ 6,000-ഓളം നീരാളികളിൽ 4,707 എണ്ണം അടയിരിക്കുന്ന അമ്മമാരായിരുന്നു എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. ഭ്രൂണങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തും വഴി കുഞ്ഞുങ്ങളുടെ അതിജീവന സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഈ പ്രക്രിയയുടെ പരിണാമയുക്തി തർക്കമറ്റതാണ് എന്നും സംഘം പറയുന്നു. കൂടാതെ ചൂടുറവകൾ തേടിയുള്ള ഈ തള്ളിക്കയറ്റം ഇണകളെ കണ്ടെത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. കൂട്ടുകൂടാനും ഇണചേരാനും ഡേവിസണിലെത്തുന്ന നീരാളികൾ ഇവിടെ തന്നെ ചത്തൊടുങ്ങുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇണചേരുന്നതോടെ എല്ലാ നീരാളികളുടെയും മരണമണി മുഴങ്ങുമെന്നാണ് പറയാറ്. കാരണം ആൺ നീരാളിയെ പൊതുവെ പങ്കാളി ഇണചേർന്നയുടനെ കൊന്നു തിന്നാറുണ്ട്. അമ്മ നീരാളിയാകട്ടെ അടയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിരിയിച്ച ശേഷം മരിക്കുന്നു. പുനരുൽപാദനത്തിനപ്പുറം ആയുസില്ലാത്ത ഇത്തരം ജീവികളെ സെമൽപാരസ് ജീവികൾ എന്നാണ് പറയുക. മാത്രമല്ല അടയിരിക്കുന്ന കാലത്ത് ഇവ ഭക്ഷണം കഴിക്കാത്തതിനാൽ പട്ടിണിയും നീരാളികളുടെ മരണത്തിന് കാരണമാകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അടയിരിപ്പിന്റെ സമയം കുറയ്ക്കൽ വഴി സ്വന്തം ജീവിതം വെട്ടിച്ചുരുക്കുകയാണല്ലോ ഇവർ ചെയ്യുന്നത്. അതിനാൽ ചൂടുറവകൾ തേടിയുള്ള ഈ പ്രയാണം നീരാളികൾക്ക് അവരുടെ മരണത്തെ മാടിവിളിക്കൽ കൂടിയാണ് എന്ന് പറയാം. 1.6 ഡിഗ്രി സെൽഷ്യസിലാണ് മിക്കവാറും നീരാളികൾ ജീവിക്കുന്നത്. എന്നാൽ പുനരുൽപാദനത്തിന് മുന്നേയുള്ള ജീവിതത്തിന്റെ ദൈർഘ്യം എത്രയെന്ന് പറയാനാവില്ല. അതിനാൽ ജീവിതത്തിന്റെ എത്ര പങ്കാണ് ഈ യാത്രയിൽ ഇവർക്ക് പണയം വെക്കേണ്ടി വരുന്നത് എന്ന് തിട്ടപ്പെടുത്താനാവില്ല എന്ന് ശാസ്ത്രജ്ഞനായ ബാരി പറയുന്നു. ഇക്കാരണം കൊണ്ടുകൂടി ഇത് നീരാളിക്കൂട്ടങ്ങൾക്ക് മരണത്തിന്റെ താഴ്വര കൂടിയാണ്. എങ്കിലും ജീവികൾ പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്കായി ചത്തുവീഴുന്ന നീരാളികളും വിരിയാത്ത മുട്ടകളും ആഴക്കടലിലെ മീനുകൾക്ക് ഭക്ഷണമായി തീരാറുണ്ട്. കൂടാതെ ആഴക്കടലിലെ കാർബണിന്റെ അളവ് നിലനിർത്താൻ ഇവ വഹിക്കുന്ന പങ്കും ചെറുതല്ല.